ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് മുതൽക്കാലം നമുക്ക് ദൈവം ചിന്തിക്കുവാൻ തരുന്ന വിഷയം, അനേകം പ്രതിസന്ധിയിൽ കൂടി നാം നടക്കേണ്ടി വന്നു എങ്കിൽ എന്ത് സംഭവിക്കും? അനേകം പ്രതിസന്ധികളാണ് നമ്മുടെ ജീവിതത്തിൽ കൂടി വരുന്നത് എങ്കിൽ ഈ പ്രതിസന്ധിയിൽ നമ്മുടെ ദൈവത്തെ കണ്ടെത്തുവാൻ നാം പരിശ്രമിക്കുന്നുവെങ്കിൽ ഈ സങ്കീർത്തനക്കാരനെ പോലെ നമുക്കും സമൃദ്ധിയിലേക്ക് എത്തുവാൻ കഴിയും. നോക്കിക്കേ, 66-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വചനം തൊട്ട് നാം വായിക്കുമ്പോൾ, ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കുമ്പോൾ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തിയിരിക്കുന്നു, ഞങ്ങളുടെ മുതുകത്തൊരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. നോക്കിയേ, സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. അനേകം പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് ഒന്നുകൂടി ചിന്തിക്കാം, ഞാൻ എത്ര പ്രതിസന്ധി അനുഭവിച്ചാലും, എത്ര വലിയ കഷ്ടം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും ഞാൻ എൻ്റെ ദൈവത്തെ വിട്ട് ഓടിപ്പോകുകയില്ല എന്ന് നാം തീരുമാനമെടുക്കുന്നെങ്കിൽ, നമ്മുടെ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ, നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം നാം കൂടുതൽ ദൃഢമാക്കുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ അനേകം പ്രതിസന്ധികളിൽ കൂടി നമ്മെ കടത്തിവിടും എന്നുള്ളത് മനസ്സിലാക്കണം. ശദ്രക്, മേശക്, അബേദ്നെഗോവിനെ തീയിൽ കൂടി കടത്തിവിട്ട് രാജ്യത്തിൻ്റെ വലിയ മുൻസ്ഥാനം നൽകുവാനിടയായി തീർന്നു. ദാവീദിനെ പ്രതിസന്ധിയിൽ കൂടി കടത്തിവിട്ട് രാജ്യത്തിൻ്റെ രാജാവാക്കി മാറ്റുവാനിടയായി തീർന്നു. യോസഫിനെ പ്രതിസന്ധിയിൽ കൂടി കടത്തിവിട്ട് ആ രാജ്യത്തിൻ്റെ രണ്ടാമനായി പ്രഖ്യാപിക്കുവാനിടയായി തീർന്നു. അങ്ങനെ നാം ഓരോരുത്തരും പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം നമ്മെ സമൃദ്ധിയിലേക്ക് നടത്തുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് ആ വലിയ സമൃദ്ധിയിലേക്ക് എത്തുവാൻ കഴിയും. എൻ്റെ ജീവിതവും സമൃദ്ധിയിലേക്ക് എൻ്റെ ദൈവം കൊണ്ടുവന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നത് അനേകം കഷ്ടങ്ങളിൽ കൂടി കടന്നു പോയിട്ടാണ്. നാം കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയി സമൃദ്ധിയിലെത്തുമ്പോൾ നാം എന്ത് ചെയ്യണം? എൻ്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കുന്നു, ഞാൻ ഹോമയാഗം കൊണ്ട് നിൻ്റെ ആലയത്തിലേക്ക് വരും. ദൈവത്തെ ആരാധിക്കുവാനായിട്ട് സമയം കണ്ടെത്തണം. ദൈവത്തിൽ നിലനിൽക്കുവാനായിട്ട് നമുക്ക് സമയം കണ്ടെത്തണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എത്രത്തോളം സമയം ചെലവഴിക്കുമോ അത്രത്തോളം ദൈവം നമ്മെ സമൃദ്ധിയിലേക്ക് നയിക്കുവാനിടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.